117 കോടിയോടുകൂടെ ക്യാമറ കണ്ണിലൂടെ കണ്ടിരിക്കുന്ന ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന മനോഹരമായൊരു വീഡിയോ ആണ്. 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്. അതെ, 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവ പ്രതീതിയായിരുന്നു. ഗ്രാമത്തിലേക്ക് ഒരു ജില്ലാ കലോത്സവം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് എത്രമാത്രം വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും അധികാരികളുടെ ഇടയിൽ നിലനിന്നപ്പോൾ പോലും ഈ ഗ്രാമത്തിലെ അതുപോലെ ചുറ്റുപാടുമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഒട്ടുമിക്ക കോണുകളിൽ നിന്നുള്ള ജനങ്ങൾ ഈ കലോത്സവത്തിലേക്ക് എത്തിച്ചേരുകയും അത് വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ പറയട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന സംഘാടകർ, ജനപ്രതിനിധികൾ, അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ, ഇവർക്കൊക്കെയും വലിയ ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ മീഡിയയുടെ പേരിൽ അറിയിക്കുകയാണ്. കാരണം ഇടുക്കിയുടെ പല കോണുകളിൽ നിന്നൂടെ യാത്ര ചെയ്ത് പോകുന്ന ഒരാളായതുകൊണ്ടും ഇടുക്കി എന്ന് പറയുന്ന ആ സ്ഥലത്ത് കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിലേക്ക് ഒരു ജില്ലാ കലോത്സവം മാറ്റി പറിച്ചു നട്ടപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആഘോഷം എത്ര കണ്ട് വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ കണ്ടറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ സംഘാടകർക്കും അതുപോലെ സ്കൂളിലെ അധ്യാപകർക്കും ജനപ്രതിനിധികൾക്കൊക്കെ ഒരിക്കൽ കൂടി നമ്മുടെ ഇടുക്കി ചില്ലീസ് ബ്ലോഗിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അവരാണ് ശക്തമായ ഒരു തീരുമാനം ഇവിടെ ഈ കലോത്സവം നടത്തുവാൻ വേണ്ടി എത്തിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്ന ഈ കലോത്സവത്തിൽ കൊച്ചു കൂട്ടുകാരോടൊപ്പം കുറച്ച് ദിവസം നമ്മളും ചെലവഴിച്ചു. മാക്സിമം വീഡിയോകൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെറിയ ചെറിയ വീഡിയോകളായിട്ടും അതുപോലെ ചെറിയ ലൈവുകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായിട്ടും അതൊരു വലിയ എക്സ്പീരിയൻസ് ആണെന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കഞ്ഞിക്കുഴിയിലുള്ള ഏകദേശം 5ഓളം സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി എടുത്തുകൊണ്ട് ഒരു വിളംബര ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്ത് വന്നിരിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണുന്നത്. വെള്ളം കുടിച്ചു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഓർത്തിരിക്കുവാൻ വേണ്ടി അടിപൊളി ഒരു ഓർമ്മ തന്നെയാണ്. ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട MLAയും അതുപോലെ മന്ത്രിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ സാറാണ് ഈ കലോത്സവത്തിന് തിരിതെളിച്ചത്. അതോടുകൂടി ഏകദേശം 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കലാമാമകത്തിൻ്റെ ഉത്സവ ലഹരിയിലേക്ക് ഈ നാട് അങ്ങനെ കടക്കി. അങ്ങനെ ആരാടിക്കുന്ന ആ സംഗമ വേദിയിലേക്ക് അല്ലെങ്കിൽ ആ സംഗമ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ.
ഒരുപാട് കലകൾ അരങ്ങേറിയിരിക്കുന്ന സ്റ്റേജ് 1 പ്രധാന സ്റ്റേജിൽ പിന്നെ നാടക മത്സരങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആനുകാലിക സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള രംഗപടങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് കുട്ടികൾ മികച്ച അവതരണം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ടീമും അവതരിപ്പിച്ചത്. ആരെയും അതിനകത്ത് മാറ്റി നിർത്താൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ മികവും അതുപോലെ കുട്ടികളുടെ കഴിവുകളൊക്കെ ഇവിടെ അങ്ങനെ എടുത്തു പറയേണ്ടത് തന്നെ, അതുപോലെ പ്രശംസ അറിയിക്കേണ്ടത് തന്നെയാണ്. ഈ നാടകങ്ങൾ ശരിക്കും നാടക ആസ്വാദകരെ ഏറെ ചിന്തിപ്പിക്കുകയും പിടിച്ചിരുത്തുകയും ചെയ്യുന്ന ഒരു വേദിയാണ് ശരിക്കും യാത്രയുടെ ഗ്രാമങ്ങളിൽ നമുക്ക് കലോത്സവ വേദികളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. ഒരു സുഖം തോന്നില്ല, വയ്യായിക പോലെ. മാമന് ഒന്നും പറ്റിയില്ല മോളെ. ഇന്ന് നിന്റെ കൊച്ചുപോണ
കലോത്സവത്തിലേക്ക് വളരെ അവിചാരിതമായിട്ട് വീണ്ടും കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA യും മന്ത്രിയുമായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ സാറിൻ്റെ വരവ് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളോട് ചേർന്ന് അവരെ പ്രശംസിക്കുകയും അതുപോലെ കലോത്സവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അധ്യാപകരെയും അതുപോലെ നമ്മുടെ PTA മെമ്പർമാരെയും മറ്റ് സംഘാടകരെയും എല്ലാം അഭിനന്ദിക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് മടങ്ങിപ്പോയത്. സന്ദർശക ബുക്കിൽ നല്ല അഭിപ്രായങ്ങൾ ഈ കലോത്സവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടാണ് പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ സാറ് ഇവിടുന്ന് മടങ്ങിപ്പോയത്. അത് ഈ കലോത്സവ വേദിയിൽ വേറിട്ട ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു. കലോത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു കേട്ടോ ട്രൈബൽസിൻ്റെ പാരമ്പര്യ കലാരൂപങ്ങളായിരിക്കുന്ന മലപ്പുലയപ്പാട്ടും പാനീയ നൃത്തവും അതുപോലെ മംഗലം കളിയൊക്കെ നമ്മുടെ സ്റ്റേജുകളിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ അത് നന്നായിട്ട് പഠിച്ചങ്ങനെ അഭിനയിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത് വേറിട്ട ഒരു കാഴ്ച തന്നെയാണ് ഈ കലോത്സവത്തിൽ. ഓണത്തുള്ളലും കഥകളിയും സംഘനൃത്തവും നാടോടി നൃത്തവും കേരള നടനവും മോഹിനിയാട്ടവും ഒക്കെ നമ്മുടെ സ്റ്റേജുകളിൽ അങ്ങനെ തകർത്താടിയ ഒരു കലോത്സവമായിരുന്നു 35ാമത് റവന്യൂ ജില്ലാ കലോത്സവം. ഈ കലോത്സവം എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എങ്കിലും ഫസ്റ്റ് പ്രൈസ് കിട്ടിയവരെ അഭിനന്ദിക്കുകയും ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകളെ ഏറെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഴിവുകളുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ വേണ്ടി ഇടയായി തരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഫഷനാണോ എടുത്തിരിക്കുന്നത് ആ പ്രൊഫഷനിലേക്ക് ശ്രദ്ധിച്ച് നല്ല കലാകാരന്മാരായിട്ട് തീരട്ടെ എന്ന കേരളത്തിലെ മിക്ക സ്റ്റേജുകളിലും നടന്നു പോലെ തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു കുറച്ച് കോഴ വിവാദങ്ങളും അതുപോലെ ചില വിഷക്കുത്തുകളൊക്കെ. ഏതോ കുമാരൻ്റെയോ അല്ലെങ്കിൽ കുമാരൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് വൻ വിവാദമൊക്കെ ആയി തീർന്നിരിക്കുന്ന ഒരു കലോത്സവമായിരുന്നു നമ്മുടെയും കലോത്സവം, ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം. എന്നാൽ അതിനെയൊക്കെ തന്ത്രപരമായിട്ട് നേരിട്ടിരിക്കുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം അവരുടെ തന്ത്രപരമായിട്ടുള്ള സമീപനമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു കലോത്സവം ഇവിടെ നടത്തുവാൻ വേണ്ടി ഇടയായി തീർന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന അധികാരികൾ, നാട്ടുകാർ, അതുപോലെ നമ്മുടെ NSS കേഡറ്റുകൾ, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, അതുപോലെ ലിറ്റിൽ കൈറ്റ്സ്, NCC കേഡറ്റുകൾ, മറ്റ് സേനാഭാവങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്കിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആംബുലൻസ് ടീം, നമ്മുടെ മെഡിക്കൽ ടീം അംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ, ഇവരൊക്കെയും ഈ കലോത്സവം ഏറ്റവും മികവുറ്റതാക്കുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു കലോത്സവം ഈ സ്കൂളിൽ നടത്തുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ സ്കൂളിലെ അധ്യാപകർ, VHSC, HS, ഹയർ സെക്കൻഡറി, UP, അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരിക്കുന്ന PT അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് ഇവിടെ ഓടിയെത്തി സഹായിച്ച ഒരുപാട് അധ്യാപകർ, പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കലോത്സവത്തിൻ്റെ വിജയത്തിൻ്റെ ഇത്ര മനോഹരമാക്കുവാൻ വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു ഇവരൊക്കെയാണ്. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ഇനിയും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശത്തിലേക്ക് ഇങ്ങനെയുള്ള യുവജനോത്സവം കൊണ്ടുവരണം. അത് അവിടുത്തെ നാട്ടുകാരെ ഏറ്റെടുക്കും. അതിനുള്ള ഒരു തെളിവാണ് നിറഞ്ഞ സദസ്സ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഏറെ പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിന് കാരണം
നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ പലപ്പോഴും എനിക്ക് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏറെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് നമ്മളിവിടുന്ന് ലൈവും വീഡിയോയും അതുപോലെ റീൽസൊക്കെ അപ്ലോഡ് ചെയ്തത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പല റീൽസിനും വീഡിയോസൊക്കെ പല ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 1-2 ദിവസത്തെ നല്ല ഓർമ്മകളിൽ നിന്നുണ്ടായിരുന്ന മെമ്മറി കാർഡ് എൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ സാധനം നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി ഏറെ പൈസയും ചിലവാകും. അതുകൊണ്ട് കയ്യിലുള്ള ക്ലിപ്പുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടണം. മറ്റൊരു വേദിയിൽ അടിച്ചു പൊളിക്കാൻ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഓടി വന്ന് വർത്തമാനം പറയാൻ വേണ്ടി മറക്കരുത്. നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ ഞാനും നിങ്ങളെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ ആഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത Next, UP Arabic overall second. Arakulam Sabjila. 63 കൂടെ സെക്കൻഡിലേക്ക് നിൽക്കുന്നു. അറക്കുളം സബ്ജിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ UP Arabic overall ഫസ്റ്റ്. 3 സബ്ജികളും ഒരേ പോയിന്റോടുകൂടെ ഫസ്റ്റ് നിൽക്കുകയാണ്. 65 പോയിന്റോടുകൂടെ തൊടുപുഴ സബ്ജില, നെടുങ്കണ്ടം സബ്ജില, കട്ടപ്പന സബ്ജില. ആദ്യം തൊടുപുഴ സബ്ജില. സമ്മാനം നൽകുവാനായി അടുത്തത് നെടുങ്കണ്ടം സബ്ജിക്ക് വേണ്ടി വേണ്ടി നടത്തിലേക്ക് കൊണ്ടുവന്ന ഏത് പ്രക്രിയയാണ് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം. കട്ടപ്പന പ്രക്രിയ. അടുത്തത് ൂടെ സെക്കൻഡിലിരിക്കുന്ന സ്കൂളുകളെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കുട്ടികളെ അധ്യാപകരെ ചെയ്തു. SNM HSS വന്നപ്പോൾ 61 പോയിന്റ്. അടുത്ത തീയതി ഹൈസ്കൂൾ ഹയസ്റ്റ് പോയിന്റ് സ്കൂൾ ചാമ്പ്യന്മാരായ സ്കൂളിൽ ചെയ്തു. 61 പോയിന്റുകളോടെ തൊടുപുഴ, 95 പോയിന്റുകളോടെ നെടുങ്കണ്ടം ജില്ല. അടുത്ത തീയതി ഹൈസ്കൂൾ സാംസ്കൃതിക് ഓവറോൾ
UP General Secretary 174 പോയിന്റോടുകൂടെ നേടിയ സബ്ജില്ല തൊടുപുഴയാണ്. തൊടുപുഴ സബ്ജിയെ പ്രതിനിധീകരിച്ച് അധ്യാപകരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ട്രോഫി നൽകുവാൻ വേണ്ടി ആ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനാണ്. അതിനുവേണ്ടി KTS ജില്ലാ പ്രസിഡന്റ് സുബേർ സാറേയും സെക്രട്ടറി അനീസ് സാറേയും സാധനം ചെയ്തിട്ടുണ്ട്.